അനിൽ അവിടെ ഈ പറയുന്നത് പോലെയുള്ള ഒരു ആടുജീവിതം അത് എങ്ങനെയാണെന്ന് പറയാം, അതിൻ്റെ ഒരു ഭീകരത? 23-ാമത്തെ വയസ്സിലാണ് ഞാൻ ഈ മരുഭൂമിയുടെ മരുഭൂമിയാണ് പെട്ടുപോയത്. ഒരു റോഡിൽ നിന്ന് ഒരു 10-80 കിലോമീറ്ററോളം ഉള്ളിൽ ഒരു 500 ആടും ഞാനും മാത്രമായ ഒരു അന്തരീക്ഷമായിരുന്നു. സംസാരിക്കാനോ കാര്യം പറയാൻ ആരും കൂടെ ഇല്ല. ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഈ 500 ആടും ഒരു ടെൻറ്റിനകത്ത്. വെട്ടവും വെളിച്ചവും, റാന്തലിൻ്റെ വെട്ടമാണുള്ളത്. മണ്ണെണ്ണ റാന്തലിൻ്റെ ഒരു വെട്ടം മാത്രമുണ്ട്. സ്വന്തമായിട്ട് പാചകം ചെയ്യുക, ആടിൻ്റെ കൂടെ നടക്കുക, പകൽ മുഴുവൻ ആടിൻ്റെ കൂടെ നടക്കുക, രാത്രി വന്ന് ഒറ്റയ്ക്ക് കിടക്കുക. പിന്നെ അവിടുത്തെ അത് ആടിൻ്റെ കൂടെ നടക്കുമ്പോൾ തോളിലൊരു കമ്പ് കാണും. കമ്പിൻ്റെ അറ്റത്ത് ഒരു പെപ്സിയുടെ വലിയ കുപ്പിക്കകത്ത് വെള്ളവും നിറച്ച് അതും കുടിച്ച് ആടിൻ്റെ കൂടെ നടക്കുക. വൈകുന്നേരം തിരിച്ച് ടെൻറ്റ് വന്ന് സ്വന്തമായിട്ട് പാചകം ചെയ്യും, കഴിക്കും. പിന്നെ ഈ നമുക്ക് സഹിക്കാനാകാത്ത ഈ കടുത്ത ഏകാന്തതയ്ക്ക് അപ്പുറം ഈ അവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് ചൂടും കൊടും തണുപ്പുമായിട്ടുള്ള കാലാവസ്ഥയാണ്. ചൂടും സഹിക്കാൻ പറ്റില്ല, തണുപ്പും സഹിക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് ടൗണിലൊക്കെ ജോലി ചെയ്യുന്ന ഏത് സാധാരണ ജോലിക്കാരനും റൂമിൽ AC കാണും. ഇത് മരുഭൂമിയുടെ ഉള്ളിലാണ് AC, കറണ്ടോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ടെൻറ്റിനകത്ത് നമ്മൾ താമസിക്കുക എന്നുള്ളതാണ്. പാമ്പിൻ്റെ ശല്യം ഒരുപാടുണ്ട്. ചൂട് സമയത്ത് എവിടെ നോക്കിയാലും പാമ്പ് കാണും. ഈ രാത്രി സമയത്ത് പകൽ സമയം മുഴുവൻ ആടിൻ്റെ കൂടെ നടന്ന് കുഴഞ്ഞ് രാത്രി വന്ന് ടെൻറ്റിൽ കയറി നമ്മളെന്തെങ്കിലും ആഹാരം പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്നായിരിക്കും പൊടിക്കാറ്റ് വരുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാനൊക്കാത്ത സാധനമാണ് അത്. വന്നു കഴിഞ്ഞാൽ ഇത് അടിച്ച് തകർത്ത് ടെൻറ്റ് മുഴുവൻ തകർത്ത് കളഞ്ഞ് നമ്മൾ ആ അന്തരീക്ഷം മൊത്തം പൊടിയാവും. നമുക്ക് കാറ്റിനെ പിടിച്ചു നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ചെയ്യാൻ പറ്റുന്നത് ആടിൻ്റെ ഇടയ്ക്ക് കയറി ഒളിച്ച് കുത്തിയിരിക്കുക എന്നുള്ളതാണ്. ഇരുന്ന് അതൊരു 1.5 മണിക്കൂർ കഴിയുമ്പോൾ പൊടി കാറ്റ് ശ്രമിച്ചാലും അന്തരീക്ഷം മുഴുക്ക പൊടിയായിരിക്കും. പിന്നെ നേരം ഈ ടെൻ്റ് എവിടെയാണ്, വെള്ളം എവിടെയാണ് ഒന്നും അറിയാനൊക്കാത്ത അവസ്ഥയാണ്. രാവിലെ ആടുകളും ഈ കാറ്റിലേക്ക് കുറച്ച് ആടുകൾ മരിക്കും. അത് കഴിഞ്ഞ് ഈ രാവിലെ എണീറ്റിട്ട് നമ്മൾ ഈ ടെൻ്റ് എവിടെയാണെന്നുള്ളത് തിരക്കി പോകണം. ചിലപ്പോൾ 1-1.5 കിലോമീറ്റർ അപ്പുറം ഏതെങ്കിലും കുന്നിൻ്റെ ചെരുവിൽ എല്ലാം കൂടെ അവിടുന്ന് കൊണ്ടുവന്ന് ഈ ടെൻറ്റ് കെട്ടണം. ആ സമയത്ത് ആടിൻ്റെ വഴിക്ക് പോകും. എനിക്ക് ആഹാരം ഞാൻ തലേന്ന് എന്തെങ്കിലും കഴിച്ചതായിരിക്കും. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാനൊക്കാത്ത അവസ്ഥയാണ്. അന്ന് എന്തെങ്കിലും ടെൻറ്റ് പുതിയതായിട്ട് കെട്ടണം. നിൽക്കുന്ന ആടുകൾ പല വഴിക്കായിരിക്കും. ഇതിനെ തിരിച്ചു കൊണ്ടുവരണം. ഇതിനിടയ്ക്ക് ചത്തുപോയ ആടിനെ എടുത്ത് മാറ്റിയിട്ടിട്ട് അത് കുഴിച്ചിടണം. അതിന് കണക്ക് അറിവ് വരുമ്പോൾ പറഞ്ഞു കൊടുക്കുകയും വേണം. ഇത്ര മരിച്ചു എന്നുള്ളതിൻ്റെ കണക്കുകളൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇത് നമുക്ക് സഹിക്കുന്നതിൻ്റെ ഈ അടുത്ത ഏകാന്തതയാണ് ഇതിനപ്പുറത്ത് സഹിക്കാൻ പറ്റുന്നത്. ഞാൻ ഒരിക്കൽ മുടിയൊക്കെ ഒരുപാട് വളർന്ന ഒരു 6 മാസം കൂടുമ്പോൾ എൻ്റെ അറബി എന്നെ വിളിച്ച് ഒരു ബാർബർ ഷോപ്പിൽ കൊണ്ടുപോയി. ഒരു ഗ്രാമത്തിലെ കൊച്ചു ബാർബർ ഷോപ്പാണ്. അവിടെ ഒരു മലയാളിയുടെ ബാർബർ ഷോപ്പായിരുന്നു. അവിടെ നിന്നൊരു വീക്കിലി കിട്ടി. ഇതാണ് ഞാൻ ആപ്പാടെ വായിക്കാൻ കിട്ടിയ എൻ്റെ ഒരു സാധനം. റേഡിയോയോ മറ്റ് സൗകര്യങ്ങളോ ഒന്നുമില്ല. ഈ വായിക്കാൻ സാധനം ഒന്നുമില്ല. ഈ കൊണ്ടുവന്ന വീക്കിലി ഞാൻ ഒരു 1000 തവണ വായിക്കും. എല്ലാ ദിവസവും ഒരേ സാധനം തന്നെ വായിച്ച് രാത്രിയും പകലും ഇല്ല. ഈ ആടിൻ്റെ കൂടെ നടക്കുമ്പോഴും വായിച്ച സാധനം തന്നെ വീണ്ടും വായിച്ചു. അങ്ങനെ അതിനകത്ത് മിക്ക സാധനങ്ങളും എനിക്ക് ഇപ്പോഴും ഹൃദയസ്ഥമാണ്. അതിലറിയാവുന്നത് ഇപ്പം അന്ന് അതിനകത്തൊരു കവിത ഉണ്ടായിരുന്നു. ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഒരു പേര് ഗന്ധർവൻ ഒരു കവിത ഉണ്ടായിരുന്നു. അത് ഞാൻ 28 വർഷം മുമ്പ് അന്ന് വായിച്ചാണ്. പിന്നീട് അധികം വായിക്കാനുള്ള സൗകര്യം കിട്ടിയിട്ടില്ല, വായിച്ചിട്ടില്ല. പക്ഷേ അതെനിക്ക് ഇപ്പോഴും അതിനകത്ത് വരികൾ കൃത്യമായിട്ട് ഇപ്പോഴും അറിയാമായിരിക്കും. അത് ചൊല്ലാൻ അറിയത്തില്ലെന്നുള്ളൂ. പക്ഷേ ഞാനത് അവിടെ എൻ്റെ ആടിൻ്റെ മുന്നിൽ ഈ കവിത ഞാൻ ചൊല്ലിക്കേൾപ്പിക്കായിരുന്നു. എൻ്റെ പ്രേക്ഷകർ അവരായിരുന്നു. അവരുടെ മുമ്പിൽ ഞാൻ ചൊല്ലിക്കേൾപ്പിക്കുന്ന മറ്റൊന്നും കൊണ്ടല്ല. എനിക്ക് ആ ഏകാന്തത മറികടക്കാൻ ഞാനൊരു സ്വയം കണ്ടെത്തിയ ഒരു സന്തോഷം അതിൽ നിന്നാണ് ഞാൻ കണ്ടെത്തുന്നത്. ആടിനെ പ്രേക്ഷകരാക്കൊണ്ട് ഞാൻ അവരുടെ മുമ്പിൽ ഈ കവിതകളൊക്കെ ചൊല്ലി എത്തിക്കുന്ന ഒരു മാനസികാവസ്ഥ അങ്ങനെ ഉണ്ടായിരുന്നു എനിക്കത്. അത് 1-2 വരികൾ ഈ പറഞ്ഞ കവിത വരികൾ. കന്യകെ നിന്നിൽ മുളയ്ക്കാൻ പിടഞ്ഞിടിമിന്നലിൽ നിന്നും തെറിച്ച വിത്താണു ഞാൻ. എത്ര പെട്ടെന്നെൻ്റെ നിശ്വാസമേറ്റു നിൻ പിച്ചകപ്പാവാട പാടിക്കഴിഞ്ഞുപോയി. ഞാൻ 1000 കണ്ണു ചിന്നുന്ന നേരത്ത് നാണം മറച്ചു മയിൽ പീലി കൊണ്ടു നീ. ആലോലമാ മയിൽ പീലിയെടുത്തു ഞാൻ 4-5 വട്ടം ഒഴിഞ്ഞു നിന്നാഭിയിൽ. കാട്ടുപുന്നാകങ്ങൾ ചോർന്നൊലിക്കും മണം മാറ്റിച്ചുരന്നു നിൻ ഗന്ധകഗ്രന്ഥികൾ. ഗന്ധർവകാമന സന്ദർപ്പണോദ്യകം അന്ധമാംസത്തിൻ്റെ ഗ്രന്ഥശ്രബന്ധികൾ. എൻ്റെ രക്തത്തിൻ്റെ സിംഹാരവം കേട്ട് വെന്തരിഞ്ഞു നിൻ വിശുദ്ധ കന്യാവനം. അങ്ങനെ ഒരു കവിത, ചെറിയ കവിതയായിരുന്നത്. അങ്ങനെ അതിനകത്ത് അന്ന് ഓരോരുത്തർ എഴുതിയ സാധനങ്ങളൊക്കെ എനിക്ക് കുറേയൊക്കെ അത് ഞാൻ ഒരു ബുക്ക് തന്നെ ഒരുപാട് തവണ വായിച്ചിട്ടുണ്ട്. അത് തന്നെ അവസാനം ഞാൻ ഇതിനകത്ത് ഓരോ വരികൾക്ക് എത്ര അക്ഷരമുണ്ടെന്ന് പോലും
എനിക്ക് ഈ കടുത്ത ഏകാന്തത മറികടക്കാൻ എന്നിൽ സ്വയം സംതൃപ്തി ഉണ്ടാക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. ഈ നജീബിന്റെ കഥ കേട്ടല്ലോ. നജീബിൻ്റെ കഥയായിട്ട് എനിക്ക് താരതമ്യം പറയാൻ പറ്റുന്ന സാധനം നജീബ് ചെന്ന് പെട്ടതും ഞാൻ പെട്ടതുമായ ഒരേ സാഹചര്യവും കഥയാണ്. പക്ഷേ നജീബിൻ്റെ കൂടെ അറബി ഉണ്ടായിരുന്നു, വേറൊരു ഒരാളുണ്ടായിരുന്നു, ഒരു കൂട്ടുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചാൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. 10 ദിവസം കൂടുമ്പോൾ വരുന്ന അറബിയെ മാത്രമേ ഞാൻ മനുഷ്യൻ എന്നൊരു ഇരുകാലി മൃഗമാണ്. ഞാൻ 2 കാലുള്ള ആടായി ജീവിക്കായിരുന്നു അവിടെ. അത് മറ്റൊരു മനുഷ്യനെ കാണുന്ന ഈ അറബി രൂപം മാത്രമാണ്. പക്ഷേ നജീബിനെ സംബന്ധിച്ചോളം അതല്ല. നജീബിന് അവിടെ കൂടെ ഒരാളുണ്ടായിരുന്നു, അറബി ഉണ്ടായിരുന്നു. പക്ഷേ നജീബ് ആദ്യം കാലം മുതലേ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു ഫീലിംഗാണ് ഞാൻ ആ ബുക്ക് വായിച്ചപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. നജീബ് തുടക്കം പോലെ അത് സഹിക്കാനൊക്കെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഞാൻ ആ ഏകാന്തതയിലേക്ക് അലിഞ്ഞു ചേർന്ന് അതിൻ്റെ ആഴങ്ങളിലേക്ക് പോയ വ്യക്തിയാണ്. സിനിമ കണ്ടേ ഇറങ്ങിയ അന്ന് തന്നെ കണ്ടു. എനിക്കത് വല്ലാതെ ഫീൽ ചെയ്യും. മറ്റ് നാട്ടിലുള്ള ആൾക്കാർക്ക് അങ്ങനെ എനിക്കത്. പക്ഷേ ഞാൻ അനുഭവിച്ചതും ഞാൻ കിടന്ന ഭൂപ്രകൃതിയും കാലാവസ്ഥ ഇതൊക്കെ എനിക്ക് വല്ലാതെ ഫീൽ ചെയ്യുന്ന സാധനമാണ്.